നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ചവ്വരി ഉപയോഗിച്ചാണ്. ഞാനിവിടെ അരക്കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം തിക്നെസ് ആയിട്ടുള്ളത്. ഇത് ആദ്യം 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. മിനിമം 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് സോക്ക് ചെയ്യാം. അതിൽ കൂടുതൽ നേരമായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ 1.5 മണിക്കൂറാണ് ഇത് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ചവ്വരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചവ്വരിയുടെ കുക്കിംഗ് ടൈം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സോക്ക് ചെയ്തെടുക്കുന്നത്. അതിലെ വെള്ളമൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പാനിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നിരത്തി ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കാതെ വെക്കുക. ഇതുപോലെ അലിഞ്ഞ് തുടങ്ങുമ്പോൾ മാത്രം ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വരും. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചൂടായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. തിളപ്പിച്ച പാൽ വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. തണുത്ത പാൽ ചേർക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ പാട കെട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. നേരത്തെ സോക്ക് ചെയ്തതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഈ ചവ്വരി വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതുപോലെ ട്രാൻസ്പാരൻ്റായി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു മീഡിയം മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പിൻ്റെ പകുതി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടോട്ടൽ അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുത്ത് ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്ത് 5 മിനിറ്റാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് ഏകദേശം 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിലുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പായസമാണ്. നിങ്ങൾക്ക് മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു പായസം എന്തായാലും ഇഷ്ടമാവും.